മലപ്പുറത്ത് SNDPക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കായംകുളത്ത് നടന്ന SNDP യോഗം ശാഖാ നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് SNDPക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ കണക്ക് പറയുമ്പോൾ ആരും നെറ്റി ഒടിക്കരുത്. മുസ്ലിം സമുദായത്തിൽ 4200 സ്കൂളുണ്ടപ്പാ. 4200 സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലൊരു 15 അധ്യാപകരുണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ അർത്ഥം ആ 6300 കുടുംബങ്ങൾക്ക് ജോലിയായി. അവരുടെ വീട്ടിൽ എത്രയോ കോടി രൂപയുടെ ശമ്പളമാണ് ഇരുന്നത്. അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 7973 15 മണിച്ച് കൊണ്ടാണെങ്കിൽ 1,01,995 പേർക്ക് ജോലി കിട്ടും. അവരുടെ വീട്ടിൽ എത്ര കോടി രൂപയായാലും ആ പാട്ട് നമുക്കെത്ര ഉണ്ടെന്നറിയാമോ? നമുക്കാകെ ഉള്ളത് 370. നമുക്ക് കിട്ടുന്നത് 5550 പേർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസ് നോക്കണം. ഖജനാവിൻ്റെ സമ്പത്ത് വിഭജിക്കുന്ന സമയത്ത് അർഹമായ പങ്കാളിത്തം നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ കണക്ക് പറഞ്ഞാൽ വല്ലതും പറയുമ്പോൾ ഉടനെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കണം. ഇന്നും മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങിയവരാണ് SNDP ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നിലയ്ക്കൽ പള്ളി പണിയെന്ന് പറഞ്ഞ് പള്ളി പണിയാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രക്ഷോഭം നടത്തിയ ആളാണ്. അങ്ങനെ മറ്റു മതങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമുക്ക് ഒരിക്കലും തിരിച്ച് ഈ ആദരവ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതിനെന്താ തെറ്റ്? അതിന് ഞാൻ മതസൗഹാർദ്ദം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കോലം കത്തിക്കാനും ഇനി എന്നെ കത്തിക്കാൻ പോയാൽ പോലും പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് മാറാൻ സാധിക്കില്ല. പറഞ്ഞു തന്നെയാണ്. അല്ലെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയട്ടെ, ഞാൻ തിരുത്താം. വന്ന് എവിടെയായി? ഇവർ രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് സർക്കാരിനെ ചില അല്ലെങ്കിൽ കൽപ്പിക്കുന്നു ചില മതശക്തികൾ. അതനുസരിച്ച് ഇവിടെ ഭരിക്കണം അല്ലെങ്കിൽ ഭരിപ്പിക്കില്ല എന്ന നിലയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ മതശക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മാറി. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു സുംബോ നൃത്തം ഇവിടെ നടപ്പാക്കണമെന്ന് സർക്കാർ നിയമം കൊണ്ടുവന്നു. നല്ലപോലെ ഡ്രസ്സൊക്കെ ഇട്ട് പിള്ളേർ ഡാൻസ് കളിക്കുന്ന ഡ്രില്ല് പാടില്ല, ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ 47,000 പിള്ളേർ ഇവിടെ ലക്ഷം പഠിക്കുന്നുണ്ട്. അവിടെ താല്പര്യത്തിനേക്കാൾ സംരക്ഷിക്കാൻ സാധിക്കാതെ മറ്റു ചിലരുടെ ചെറിയ ആളുകൾ പറയുന്ന താല്പര്യം മാത്രം നമ്മൾ കേൾക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് ശരിയാണോ, ന്യായമാണോ, ധർമ്മമാണോ? കായംകുളത്ത് നടന്ന SNDP യോഗം ശാഖാ നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. മതസൗഹാർദ്ദം തകർത്തുവെന്നാണ് പറയുന്നത്. സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രാജ്യത്തുള്ളത്. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മതശക്തികൾ കൽപ്പിക്കുന്നു. കേരളത്തിൽ SNDPക്ക് ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അത്രയും മലപ്പുറത്ത് ഒരു സമുദായത്തിനുണ്ട്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് മുസ്ലിം ലീഗിനൊപ്പവും ക്രൈസ്തവ പിന്നോക്ക വിഭാഗത്തിനൊപ്പവും SNDP സമരരംഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഭരണത്തിൽ വന്നതിന് ശേഷം മറ്റ് സമുദായങ്ങൾക്ക് നേട്ടമുണ്ടായപ്പോൾ SNDP പിന്തള്ളപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.